IFFKയിൽ 19 സിനിമകൾക്ക് പ്രദർശനാനുമതിയില്ല. പലസ്തീൻ സിനിമകൾക്കാണ് ഭൂരിഭാഗവും അനുമതി നിഷേധിച്ചത്. ഇന്നലെ 3 സിനിമകളും ഇന്ന് 4 സിനിമകളും പ്രദർശിപ്പിച്ചില്ല. നാളെ 8 സിനിമകൾ പ്രദർശിപ്പിക്കാനാവില്ലെന്നാണ് ചലച്ചിത്ര അക്കാദമി വ്യക്തമാക്കിയത്. ഭയപ്പെടുത്തുന്ന ഇടപെടലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. വലിയ പ്രതിഷേധമാണ് വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ ഉയരുന്നത്. പ്രതികരണങ്ങളുണ്ട്, കേൾക്കാം. ഇത്തവണ തികച്ചും വിചിത്രമായ, നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു ഇടപെടൽ കേന്ദ്ര INB മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഇവിടെ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട 19 ചലച്ചിത്രങ്ങൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അതിൽ പാലസ്തീൻ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ചിത്രീകരിക്കുന്ന ഉജ്ജ്വലങ്ങളായ പലസ്തീൻ ചിത്രങ്ങൾ ഏതാനുമുണ്ട്. ഈ ചലച്ചിത്രമേളയെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ പോലും മോഡിയും അമിത്ഷായും കൂടെ ചേർന്ന് അനുവദിക്കുകയില്ല. ക്ഷമിക്കണം, ഒരാളുടെ പേര് വിട്ടുപോയി, മോഹൻ ഭഗത്. ഒരു സാംസ്കാരിക ജീവിതം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിഷേധിക്കുകയാണ്. ഇതിലെ പല ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പ്രദർശനാനുമതി നിഷേധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്, വേറൊന്നുമല്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ടൈറ്റിൽ ഞാൻ നോക്കി, ബീഫ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലുണ്ട്. അതിന്റെ അർത്ഥം പശുവിന്റെ ഇറച്ചി എല്ലാവരും കഴിക്കണമെന്നല്ല. അത് ബീഫ് എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. ടൈറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല. അറിവുകേട് കൊണ്ടാണ്, ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഈ പടങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ സിനിമ പഠിച്ച പുസ്തകങ്ങൾ, ഫിലിമുകളുണ്ട്. ഇത് കണ്ട് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള പടങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്കതിൽ പ്രതിഷേധമുണ്ട്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഇതൊരു സാധാരണ പ്രതിസന്ധിയാണല്ലോ. നമ്മുടെ ചലച്ചിത്രമേളയിലും കയറി കത്തിവെച്ച് തുടങ്ങിയോ? അരുൺ, 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് കടന്നുപോയിരിക്കുന്നത്. ഇത്തവണ 82 രാജ്യങ്ങളിൽ നിന്നായി 206 സിനിമകളാണ് പ്രദർശിപ്പിക്കാനായിട്ട് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഇതിനോടകം 19 സിനിമകൾക്ക് ഇപ്പോൾ INB പ്രദർശനാനുമതി വിലക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും എന്താണ് കാരണമെന്ന് INB ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. മന്ത്രാലയത്തിനോട് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ തേടിയപ്പോൾ പോലും സ്ക്രീനിംഗ് കൂടുതൽ ആവശ്യമാണെന്നതിനപ്പുറം എന്താണ് ഇതിൽ പ്രതിസന്ധി ഇതുവരെയും ചൂണ്ടിക്കാണിച്ചില്ല. പക്ഷേ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം ഡിവൈഎഫിനും അതുപോലെ തന്നെ അടൂർ ഗോപാൽ അടക്കമുള്ള മുതിർന്ന സംവിധായകന്മാർ, CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി അടക്കമുള്ളവർ ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും മോഹൻ ഭഗത് അടക്കമുള്ളവരാണെന്നുള്ളതാണ് MA ബേബി ഉയർത്തിയിരിക്കുന്ന വിമർശനം. ഇതിൽ പ്രധാനമായും ഇത്തവണ പലസ്തീന്റെ ചോരമണക്കുന്ന സിനിമകൾ അത് 6 എണ്ണമാണ് ആ പാക്കേജിൽ ഉണ്ടായിരുന്നത്. അതിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗസ അടക്കമുള്ള ഉദ്ഘാടന ചിത്രമായിട്ടുള്ള പലസ്തീൻ 36 അടക്കമുള്ള സിനിമകൾക്ക് ഇപ്പോൾ പ്രദർശന അനുമതി വിലക്കിയിരിക്കുന്നു. ഇനി സെൻസർഷിപ്പ് എക്സംഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമകൾ പ്രദർശിപ്പിക്കാൻ കഴിയാത്തതിൽ വലിയ നിരാശയിലാണ് ചലച്ചിത്ര അക്കാദമിയും. താങ്ക് യു.